നമുക്കൊന്നും ഇത്ര വിവരമില്ല, മണ്ടന്മാരാണെന്നാണോ ഇവരൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് തോന്നുന്നുണ്ട്. ഒരു ചെറിയ കള്ളം ഒളിപ്പിക്കാൻ പോലും ഇവർക്ക് അറിയുന്നില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഒരു കള്ളത്തരം ചെയ്ത് അത് പിടിക്കപ്പെടാതെ ഇരിക്കാമെന്ന്. ഇതിപ്പോൾ ഞാൻ ഒരു 3-4 തവണ ഫാക്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ChatGPTയുടെ സ്ക്രീൻഷോട്ടാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. ഇത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയാണെന്നൊക്കെ പറയും. നിങ്ങൾക്ക് ChatGPT ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നോക്കാവുന്നതാണ്. ഈ സാധനം തന്നെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ പറയാൻ വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം ലൈനാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഓഗസ്റ്റ് 1-ാം തീയതി ബീഹാറിലെ SIR പുറത്തു വിടുന്നു. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ SIR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഈ എല്ലാ ഇലക്ഷനും മുന്നേയും ഈ ആവശ്യമില്ലാത്ത വോട്ടർമാരുണ്ടെങ്കിൽ, അതായത് വോട്ടർ ലിസ്റ്റിൽ മരിച്ചവരോ അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പുറത്താക്കാനുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവർ എവിടെ അപ്ലോഡ് ചെയ്യുന്നു? അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു? PDF ഫോർമാറ്റിൽ, സെർച്ചബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഒരാളുടെ പേര് എടുക്കണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ. 4-ാം തീയതി, ഓഗസ്റ്റ് 4-ാം തീയതി 3 ദിവസം കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് ആ പ്രസ് മീറ്റൊക്കെ വിളിക്കുന്നു. പുള്ളി പറഞ്ഞത് ബാംഗ്ലൂരിലത്തെ കാര്യമാണ്, സംഭവമൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറേ കളികളുണ്ട്. ഓഗസ്റ്റ് 6-ാം തീയതി 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് 1-ാം തീയതി അപ്ലോഡ് ചെയ്ത PDF ഫോർമാറ്റില്ലേ സെർച്ച് ചെയ്യാൻ പറ്റുന്നത്, അത് മാറ്റിയിട്ട് സ്കാൻഡ് ഇമേജ് ആക്കിയിരിക്കുക. അതായത് സെർച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിയിരിക്കുക. മനസ്സിലായ? അറ്റ്ലീസ്റ്റ് നമ്മളെക്കുറിച്ചൊരു ആരോപണമുണ്ട്, നമ്മൾ കുറ്റം ചെയ്തു എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയി, നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയി ഇരുന്നൂടെ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളെടുത്ത് നോക്കിക്കോ എന്ന് ധൈര്യമായിട്ട് പറയണ്ടേ? അതല്ല, ഇത് മാറ്റിയിട്ട് സ്കാൻഡ് ഇമേജ് ആക്കിയിരിക്കുക. അപ്പോൾ പിന്നെ ഇത് തപ്പി എടുക്കണമെങ്കിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടേ അതിൻ്റെ എന്തെങ്കിലും കിട്ടുള്ളൂ. കാരണം അത്രയും അറിയാലോ, ഒരു സ്ഥലത്ത് എത്ര വോട്ടേഴ്സ് ഉണ്ട്, ലക്ഷക്കണക്കിന് വോട്ടേഴ്സ് ഉണ്ടാവും. ഇവരുടെയൊക്കെ പേരും നാളും ABCD എന്ന് അച്ഛൻ്റെ പേരൊക്കെ നോക്കണമെങ്കിൽ എപ്പോൾ ആവാനാണ്? ഇതാണ് അവസ്ഥ.